നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒരു ലാപ്ടോപ്പാണ്. ഫുജിറ്റ്സു എന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ഫുജിറ്റ്സു CH സീരീസിലെ ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഓർക്ക് ഫുജിറ്റ്സു എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ബ്രാൻഡാണ്. നമ്മൾ നേരത്തെ തന്നെ ഫുജിറ്റ്സുവിൻ്റെ മറ്റൊരു ലാപ്ടോപ്പ് പരിചയപ്പെടുത്തിയിരുന്നു. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 988 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു ലാപ്ടോപ്പിന്. അപ്പോൾ നോക്കിയതേ ഇത്തരത്തിൽ 1-2 വിരൽ ഉപയോഗിച്ചിട്ട് വളരെ നിഷ്പ്രയാസം നമുക്ക് ഇത് കൊണ്ട് നടക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ മെയിൻ അട്രാക്ഷൻ. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറാണ് ഈ ലാപ്ടോപ്പിന്. സാധാരണ വരുന്ന മെറ്റാലിക് കളറുകളിൽ നിന്നും അതുപോലെ ഒരു ഗ്രേ കളറിൽ നിന്നും ബ്ലാക്ക് കളറിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് ഈ ഒരു ബ്രൗൺ കളർ നൽകുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ഫുജിറ്റ്സുവിൻ്റെ ഒരു ലോഗോ തന്നെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ഫുജിറ്റ്സു CH എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സീരീസിലുള്ളത്. ഇനി ഇതിൻ്റെ വശങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3.5mm ഓഡിയോ ജാക്ക് കാണാം, അതുപോലെ HDMI ഇൻ ഔട്ട് പോർട്ട് കാണാം, അതുപോലെ ഇവിടെ ഒരു USB Type-C തണ്ടർബോൾട്ട് പോർട്ടും കാണാം. അപ്പോൾ ഇവിടെ HDMI ഇൻ ഔട്ടാണ് അല്ലേ, അതായത് നമുക്ക് HDMI ഉപയോഗിച്ചുകൊണ്ട് ഔട്ടും എടുക്കാം ഇന്നും കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു HDMI ഔട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ നമുക്ക് മറ്റൊരു ഡിസ്പ്ലേയിലേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു Type-C തണ്ടർബോൾട്ട് പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലേക്ക് 8K റെസൊല്യൂഷൻ പോലും നമുക്ക് ഡിസ്പ്ലേ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ ഒരു ലാപ്ടോപ്പിൽ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ വലത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു USB പോർട്ടും അതുപോലെ ഒരു Type-C തണ്ടർബോൾട്ട് പോർട്ടും ഉണ്ട്. ഇതിൻ്റെ ഈ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ മെറ്റാലിക് ബോഡിയാണ്. മഗ്നീഷ്യം അലുമിനിയം അലോയ് മെറ്റൽ കൊണ്ടാണ് ഇതിൻ്റെ ഒരു ബോഡി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെറ്റാലിക് ബോഡി നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കീബോർഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കീബോർഡിൻ്റെ ഒരു ലേഔട്ട് ഉണ്ടല്ലേ, സാധാരണ ലാപ്ടോപ്പിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകുന്നത് ഇവിടെ വന്നിട്ട് കുറച്ചൊന്ന് ബെൻഡായി ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു ട്രാക്ക് പാഡ് ഉണ്ട്. ഈ ട്രാക്ക് പാഡിൽ ലെഫ്റ്റ് റൈറ്റ് ക്ലിക്കിനായിട്ട് ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകത. പക്ഷേ ഈ ഒരു ട്രാക്ക് പാഡ് കമ്പാരിറ്റീവ്ലി അല്പം സൈസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കീബോർഡ് എല്ലാം മനോഹരമാണ്, നല്ല ട്രാവൽ ഡിസ്റ്റൻസും ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 13.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ അടിസ്ഥാനപ്പെടുത്തി 2 വേരിയൻറ്റിലാണ് ഈ ഒരു CH സീരീസ് വരുന്നത്. അതായത് ഡിസ്പ്ലേ OLED ഡിസ്പ്ലേ വരുന്ന മോഡലുമുണ്ട്, അതുപോലെ IGZO എന്ന പാനൽ വരുന്ന ലാപ്ടോപ്പും ഉണ്ട്. അതായത് എന്താണ് ഈ IGZO എന്ന് വെച്ച് കഴിഞ്ഞാൽ I സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യം, G സ്റ്റാൻഡ്സ് ഫോർ ഗാലിയം, Z സ്റ്റാൻഡ്സ് ഫോർ സിങ്ക് ആൻഡ് O സ്റ്റാൻഡ്സ് ഫോർ ഓക്സിജൻ. അപ്പോൾ ഇതാണ് IGZO പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ LCD പാനൽ പോലെ തന്നെ ക്വാളിറ്റി ഉള്ള പാനലാണ്. പക്ഷേ LCD പാനലിനേക്കാളും കൂടുതൽ ബാറ്ററി ലൈഫ് കൺസംഷൻ കുറവാണ് IGZO പാനൽ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ പോലും ഫുജിറ്റ്സു അവകാശപ്പെടുന്നത് ഏകദേശം IGZO പാനലാണെങ്കിൽ OLED പാനലിനേക്കാൾ കൂടുതൽ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നാണ്. OLED പാനലിൽ ഇതിൻ്റെ തന്നെ OLED പാനലിന് 10 മണിക്കൂറിന് അടുപ്പിച്ച് ബാറ്ററി ലൈഫ് ലഭിക്കുമ്പോൾ ഇവിടെ IGZO പാനലുള്ള മോഡലിന് 11.4 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് ഫുജിറ്റ്സു അവകാശപ്പെടുന്നത്. നമുക്ക് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു 9-10 മണിക്കൂറെങ്കിലും എന്തായാലും ഈ ഒരു ലാപ്ടോപ്പിന് അത് ബാറ്ററി ലൈഫ് ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ ബ്രൈറ്റ്നസ് വന്നിട്ട് ഞാനിപ്പോൾ ഇത്രയും ഏകദേശം ഒരു 25% താഴെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഷൂട്ടിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്സിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 400 നിറ്റ്സ് ആണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും അങ്ങനെ യാതൊരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 720p റെസൊല്യൂഷനുള്ള വെബ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വെബ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വിൻഡോസ് ഹെല്ലോ വഴി നമുക്ക് ഫേസ് റെക്കഗ്നിഷനും ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാണ്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 11th Gen Intel Core i5 ആണ് ഇതിന് കരുത്ത് പകരുന്നത്. അതുപോലെ 16GB റാം, അതും LPDDR4 റാമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 512GB SSDയും ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ SSD കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വിൻഡോസിൻ്റെ ബൂട്ടിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാണ് ഈ ഒരു ലാപ്ടോപ്പിൽ. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് Intel Iris Xe ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് ഉന്നം വയ്ക്കുന്നത് ഒരു ഭയങ്കര ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് പോലുള്ള വർക്കുകളെ അല്ല, നേരെ മറിച്ച് ഒരു ഡേ ടു ഡേ, അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാം, വേഡ് എക്സൽ പവർ പോയിൻ്റ് ചെയ്യുക, ഓഫീസ് വർക്കുകൾ, റിസർച്ച് വർക്കുകൾ, സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി പർപ്പസിനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അതായത് ഗെയിമിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ഒഴികെയുള്ള അല്ലെങ്കിൽ 3D റെൻഡറിങ് ഒക്കെ ഒഴികെയുള്ള അങ്ങനെയുള്ള ഹെവി ടാസ്ക് ഒഴികെയുള്ള മറ്റ് കാര്യങ്ങൾക്ക് എല്ലാം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. വിൻഡോസ് 11 ഹോം എഡിഷനാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് പ്രീ ഇൻസ്റ്റാളായി വരുന്നത്.
ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സ്റ്റീരിയോ സ്പീക്കറുകളിലാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടൊക്കെ തന്നെയാണ്. ഡയറക്റ്റ് ഓഡിയോയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയും നമ്മൾ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വോളിയം പ്രൊഫൈലുകൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒരു സൗണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ എടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ബാസ്, ട്രബിൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു രീതി ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് മൊത്തത്തിൽ 4 മൈക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം മൈക്കുകളുണ്ട്. അപ്പോൾ ഈ 4 മൈക്കുകൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് കൃത്യമായിട്ട് ഇതിന് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ഡിവൈസിന് സാധ്യമാണ്. ഈ ഒരു ലാപ്ടോപ്പിൽ 53 വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഇതിന് കരുത്ത് പകരുന്നത്. അതുപോലെ ഈ ഒരു ലാപ്പ് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ 65 വാട്ടിൻ്റെ ചാർജറാണ് ഈ ഒരു ലാപ്ടോപ്പിനോടൊപ്പം വരുന്നത്. ഓർക്കുക, ഇതിൻ്റെ ചാർജിങ് കേബിളിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ ടൈപ്പ് സി ചാർജർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് ചാർജ് ചെയ്യാം. മാത്രമല്ല, ഈവൻ ഒരു പവർ ബാങ്കിൽ നിന്ന് പോലും ഈ ഒരു ലാപ്ടോപ്പ് ഇത്തരത്തിൽ നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പവർ ബാങ്കിൽ നിന്ന് ഇതുപോലെ ഔട്ട് എടുത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ലാപ്ടോപ്പിന്. അതായത് ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ ക്ലോസ് ആയി ഇരിക്കുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ഈ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് മൈക്രോ USB വഴി നമുക്ക് കേബിൾ ഔട്ട് എടുത്ത് നമ്മുടെ ഫോണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. സാധാരണ ലാപ്ടോപ്പുകൾ ഇത്തരത്തിൽ ലിഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ചാർജിങ് സാധ്യമല്ല. ലിഡ് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഇവിടെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ പോലും ഇതിൻ്റെ മൈക്രോ USBയിൽ നിന്നുള്ള ഔട്ട് എടുത്ത് ഫോൺ ചാർജ് ചെയ്യാം എന്നുള്ളതും ഈ ലാപ്ടോപ്പിൻ്റെ പ്രത്യേകതയാണ്. അതായത് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, നമ്മുടെ ലാപ്ടോപ്പും മൊബൈലുണ്ട്, നമ്മുടെ മൊബൈൽ ചാർജർ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ചാർജ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വയ്ക്കാതെ തന്നെ നമ്മുടെ മൊബൈൽ ഇതിലേക്ക് ചാർജ് ചെയ്യാം. ലാപ്ടോപ്പ് പവർ ബാങ്ക് ഉപയോഗിച്ചും ചാർജ് ചെയ്യാം. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 2 വേരിയൻ്റ് ആണ് അല്ലേ. ഡിസ്പ്ലേയുടെ ആ ഒരു പാനലിൻ്റെ വ്യത്യാസത്തിൽ മാത്രമുള്ള 2 വേരിയൻറ്റുകൾ, അതായത് IGZOയും OLED. IGZO വേരിയൻറ്റിൻ്റെ വില, നമ്മളിന്ന് പരിചയപ്പെട്ട IGZO വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 69,990 രൂപയും OLED വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 73,990 രൂപയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് എന്ത് തോന്നി? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.